ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയമുള്ളവരെ, 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുകയാണ്. വചനം പറയുന്നത് എങ്ങനെയാണ്? ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുകിളിയെ നിയോഗിക്കുകയോ എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളിൽ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരികുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം അനുഗ്രഹിക്കുകയും ചെയ്യും. 3 കാര്യങ്ങളാണ് തമ്പുരാൻ എന്ന് പറയുക. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ വിളിക്കുക, എന്നെ അന്വേഷിക്കുക, തങ്ങളുടെ ദുർപ്രവൃത്തികളിൽ നിന്ന് പിന്തിരിയുക. ഇന്ന് ലോകം മുഴുവനും കൊറോണ എന്ന മഹാമാരിയിലൂടെ, അതിന് നാശകരമായ പ്രവൃത്തിയിലൂടെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നാമം പേർന്ന് എൻ്റെ ജനം എന്നെ വിളിച്ചപേക്ഷിക്കട്ടെ, വചനം ഓർപ്പിക്കുകയാണ്. ഈ ദിനത്തിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ, ഈ ബലിവേദിയിൽ ഒന്ന് ചേർന്ന് നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുമ്പോൾ, അവിടുത്തെ വിശുദ്ധ ബലി അർപ്പിക്കാൻ അണഞ്ഞിരിക്കുമ്പോൾ, അവിടുത്തെ നാമം പേർ നമുക്ക് അവിടുത്തെ നാമത്തെ, രക്ഷാകരമായ നാമത്തെ വിളിച്ചപേക്ഷിക്കാം, എളിമയോടെ പ്രാർത്ഥിക്കാം, നമ്മുടേതായിട്ടുള്ള ദുർപ്രവൃത്തികളിൽ നിന്ന് പിന്തിരിയാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് എന്നോടും എൻ്റെ കുടുംബത്തോടും ഈ ലോകത്തോടും കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ക്രിസ്തുവിൽ നവജന്മം കൊണ്ട എല്ലാവരെയും അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവുമാക്കിയല്ലോ. അങ്ങ് കൽപ്പിക്കുന്നവ ആഗ്രഹിക്കുവാനും ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ
നിത്യതയിലേക്ക് വിളിച്ചിരിക്കുന്ന ജനത്തിന് ഹൃദയങ്ങളുടെ വിശ്വാസവും ഭക്തികൃത്യങ്ങളും ഒന്നാക്കി തീർക്കുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോട് കൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സഹോദരരെ, എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന, അധ്യായം 37, വാക്യങ്ങൾ 21 മുതൽ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ, ചിതറിപ്പോയിരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ കൊണ്ടുവരും. എല്ലാ ദിക്കുകളിലും നിന്ന് ഞാൻ അവരെ ഒന്നിച്ചു കൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും. സ്വദേശത്ത് ഇസ്രായേലിൻ്റെ മലകളിൽ ഞാൻ അവരെ ഒരൊറ്റ ജനതയാക്കും. ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും. ഇനി ഒരിക്കലും അവർ 2 ജനതകളായിരിക്കുകയില്ല, 2 രാജ്യങ്ങളായി ഭിന്നിച്ചു നിൽക്കുകയുമില്ല. തങ്ങളുടെ വിഗ്രഹങ്ങളിലോ മ്ലേച്ഛ പ്രവർത്തികളാലോ മറ്റേതെങ്കിലും അപരാധങ്ങളാലോ അവർ മേലിൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്തുകയില്ല. അവർ പാപം ചെയ്ത എല്ലാ വസതികളിലും നിന്ന് അവരെ ഞാൻ രക്ഷിച്ച് നിർമ്മലരാക്കും. അങ്ങനെ അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാം കൂടി ഒരിടയനെ ഉണ്ടായിരിക്കുകയുള്ളൂ. അവർ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ അധിവസിച്ചതുമായ ദേശത്ത് അവർ വസിക്കും. അവരും അവരുടെ സന്തതി പരമ്പരയും ആ ദേശത്ത് നിത്യമായി വസിക്കും. എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവരുടെ രാജാവായിരിക്കും. സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുടെ മേൽ ഞാൻ ഉണ്ടാക്കും. അത് നിത്യമായ ഉടമ്പടി ആയിരിക്കും. അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ എൻ്റെ ആലയം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും. എൻ്റെ വാസസ്ഥലം അവരുടെ മധ്യേ ആയിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. എൻ്റെ ആലയം അവരുടെ മധ്യേ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ് എന്ന് ജനതകൾ അറിയും. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ജനതകളെ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ, വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. ജനതകളെ, കർത്താവിന്റെ വചനം കേൾക്കുവിൻ, വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവിൻ. ജനതകളെ, കർത്താവിന്റെ വചനം കേൾക്കുവിൻ, വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു, ബലിഷ്ഠകരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ജനതകളെ, കർത്താവിന്റെ വചനം കേൾക്കുവിൻ, വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും. കർത്താവിൻ്റെ വിശിഷ്ടദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും. അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല. ജനതകളെ, കർത്താവിന്റെ വചനം കേൾക്കുവിൻ, വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും, യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും. അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ജനതകളെ, കർത്താവിന്റെ വചനം കേൾക്കുവിൻ, വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. നിൻ മൊഴികൾ ശ്രവിപ്പാൻ തിരുമുൻപിൽ ഞങ്ങളിതാ. നാഥ, നിൻ മൊഴികൾ ശ്രവിപ്പാൻ തിരുമുൻപിൽ ഞങ്ങളിതാ. സ്നേഹത്തിൻ വചനം, സൗഖ്യത്തിൻ വചനം, നാഥ നീ ചൊരിയണമേ. സ്നേഹത്തിൻ വചനം,
സൗഖ്യത്തിൻ വചനം നാഥാ നീ ചൊരിയണമേ. നാഥാ നിൻ മൊഴികൾ ശ്രവിപ്പാ തിരുമുൻപിൽ ഞങ്ങളിതാ. കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11 വാക്യങ്ങൾ 45 മുതൽ. മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസേയരോട് പറഞ്ഞു. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും പരിസേയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധലത്തെയും ജനത്തെയും നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയാഫാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അവനിത് സ്വമേധയാ പറഞ്ഞതല്ല. പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും. അന്നു മുതൽ അവനെ വധിക്കുവാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറൂസലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങൾ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും പരിസേയരും കൽപ്പന കൊടുത്തിരുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയാഫാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. എന്താണ് ആ ജനം അറിയാതെ പോയത്? എന്താണ് നാം അറിയാതെ പോയത്? ഏതാനും നിമിഷങ്ങളിൽ ഈ വചനത്തിൻ്റെ ധ്യാന വിചാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ വചനത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഇപ്രകാരം കേൾക്കുകയുണ്ടായി, യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. അവൻ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? ഇപ്പോൾ നാം വായിച്ചു കേട്ട ആ വചനഭാഗം ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്നതിൻ്റെ തുടർച്ചയാണ്. ലാസർ മരിച്ച വിവരം കേട്ട് അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന കർത്താവ് ആ ജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, അവനടക്കം ചെയ്ത കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് കരയുന്നൊരു ഭാഗം നമ്മൾക്ക് പലപ്പോഴും വായിച്ചു കേട്ടുള്ളതാണ്. അവൻ കരഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചവനെ ഉയർപ്പിക്കാൻ പോകുന്ന ക്രിസ്തു എന്തിനാണ് അവനെ ഓർത്ത് കരഞ്ഞത്? ജനത്തിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയായിരുന്നു, ക്രിസ്തു ലാസറിനെ
ഒത്തിരി സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു വചനഭാഗം തൊട്ട് ഇപ്പോൾ നാം വായിച്ചു കേട്ട വചനഭാഗത്തിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ. മരിച്ചവന്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ദൈവം കരയേണ്ട ഒരു ആവശ്യമില്ല. ജനം പറഞ്ഞത് ലാസറിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ ചെയ്ത പ്രവൃത്തി കണ്ട് അനേകം പേർ അവനിൽ വിശ്വസിച്ചു. നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് കയ്യാഫാസ് പറയുമ്പോൾ അവൻ അറിയാമായിരുന്ന ചില സത്യങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ നമ്മൾ വായിച്ചു കാണുമ്പോൾ, ഈ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ദൈവിക പ്രവൃത്തികളുടെ സത്യം ഇതാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുമ്പോൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്തായിരുന്നു? അതുകൊണ്ട് ആ ജനം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ടായിരുന്നു. വെള്ളത്തെ വീഞ്ഞാക്കാൻ സാധിക്കുന്നവന് ഗുണമേന്മയുടെ മേലുള്ള അധികാരമാണ് അവിടെ കാണിച്ചത്. ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയപ്പോൾ അകലങ്ങളിലിരുന്നവനെ സുഖപ്പെടുത്തണമെന്ന് ശതാധിപൻ അവനോട് അപേക്ഷിക്കുമ്പോൾ ആ ശതാധിപനെ സുഖപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു കാണിക്കുകയായിരുന്നു ദൂരത്തിന്റെ മേൽ തനിക്ക് അധികാരമുണ്ടെന്ന്. ബെത്സദ കുളക്കരയിൽ 38 വർഷമായ തളവാത രോഗിയായി കിടന്ന ആ മനുഷ്യൻ തൻ്റെ മുമ്പിൽ കടന്നു വന്ന് നിൽക്കുന്ന ആ മനുഷ്യനെ നോക്കി പറയുന്നുണ്ട്, എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഒരു മാലാഖയാണ് ആ വന്ന് വെള്ളം കുളത്തിൽ ഇറങ്ങി വന്ന് ഇളക്കുകയും ഈ ജനങ്ങൾ ആരെങ്കിലും എന്നെ ഇറക്കിയിരുന്നെങ്കിൽ എനിക്ക് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ തിരിച്ചറിഞ്ഞില്ല തൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ മാലാഖമാരുടെ അധിനാഥനാണെന്ന്. തന്നെ സുഖപ്പെടുത്താൻ സാധിക്കുന്നവനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ അനേകം പേര് ആ കുളക്കരയിലുണ്ടായിരുന്നു. അവരാരെയും സുഖപ്പെടുത്താതെ 38 വർഷമായി തളർവാദ രോഗി കിടന്ന മനുഷ്യനെ മാത്രം സുഖപ്പെടുത്തുമ്പോൾ ക്രിസ്തു പ്രഖ്യാപിക്കുകയായിരുന്നു, സമയത്തിന്റെ മേൽ എനിക്ക് അധികാരമുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയപ്പോൾ അവൻ പഠിപ്പിക്കുകയായിരുന്നു, എനിക്ക് എണ്ണങ്ങളുടെ മേലെ അധികാരമുണ്ട്. കടലിന്റെ മീതെ നടന്നപ്പോൾ കൊടുങ്കാറ്റിനെ ശാസിച്ചപ്പോൾ അവൻ പഠിപ്പിക്കുകയായിരുന്നു, എനിക്ക് ഈ പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുണ്ട്. എന്തിനാ? ഇവൻ എന്തുകൊണ്ടാണ് രോഗിയായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അന്ധനായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മുടന്തനായിരിക്കുന്നത്? കർത്താവിന് ഒറ്റ ഉത്തരമുണ്ടായിരുന്നുള്ളൂ, ദൈവത്തിന്റെ മഹത്വം ഇവരിൽ പ്രകടമാകാൻ വേണ്ടി. അതേ, ക്രിസ്തു പഠിപ്പിക്കുകയായിരുന്നു, എനിക്ക് നിർഭാഗ്യങ്ങളുടെ മേൽ അധികാരമുണ്ട്. ഇന്ന് ക്രിസ്തു മരിച്ചു കിടക്കുന്ന ലാസറിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ജനം തിരിച്ചറിഞ്ഞില്ല, ഇവൻ ചെയ്ത പ്രവൃത്തികളിലൂടെ ഈ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന്. ഇത് മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് ക്രിസ്തു അവരുടെ വിശ്വാസരാഹിത്യം കൊണ്ട് ഈ ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അവൻ നിലവിളിക്കുന്നത്. ദൈവം ചെയ്ത അനേകം പ്രവൃത്തികൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, ഇതൊന്നും മനസ്സിലാക്കാതെ ദൈവത്തെ പഴിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ വാതിൽ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ കരയുന്നുണ്ട്, നമ്മുടെയൊക്കെ വിശ്വാസരാഹിത്യം കൊണ്ട്. നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. കയ്യാഫാസിന് അറിയാമായിരുന്നു. അധികാരികൾക്ക് മനസ്സിലായി, ഇവൻ സാധാരണക്കാരനായ മനുഷ്യനല്ല, അധികാരമുള്ളവനാണ്. ഈ ലോകത്തിന്റെ മേൽ, ഈ ജനത്തിന്റെ മേൽ, ജീവിതത്തിന്റെ മേൽ, പ്രപഞ്ച ശക്തികളുടെ മേൽ എനിക്ക് അധികാരമുണ്ട്. എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അസാധാരണമായ അവസ്ഥയിലാണിപ്പോൾ. കൊറോണ എന്ന മഹാമാരി നമ്മളെല്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ ഉള്ളിൽ ഭയമുണ്ട്. വീടുകൾക്കുള്ളിൽ, 4 അതിരുകൾക്കുള്ളിൽ ഇപ്പോഴൊക്കെ അടയ്ക്കപ്പെട്ടൊരവസ്ഥയിലാണ് നമ്മളെല്ലാവരും. വചനം പറയുന്നു, ഭയപ്പെടേണ്ട. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-13 വാക്യത്തിലൂടെ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവനും താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ ആ വലതുകരം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, കരമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ ആദ്യം വായിച്ചു കേട്ട ആ വചനഭാഗം ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുകിളിയെ നിയോഗിക്കുകയോ
എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എൻ്റെ നാമം പേർന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരികയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഇന്ന് ദിനത്തിൽ കർത്താവ് ആവശ്യപ്പെടുന്ന ആ 3 കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അവിടുത്തെ നാമം പേര് നമുക്ക് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാം. യേശു നാമമല്ലാതെ മറ്റൊരു നാമവും നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല. യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം പ്രിയമുള്ളവരെ. ആ യേശു നാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമ്മളെ തന്നെ എളിമപ്പെടുത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർപ്രവൃത്തികളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് നമ്മുടെ തമ്പുരാന്റെ അടുക്കിലേക്ക് ചെല്ലാം. ഈ ബലിവേദിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ഈ ബലിവേദിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മളെ തന്നെ എളിമപ്പെടുത്താം. അനതാപാർത്ഥമായ ഹൃദയത്തോടെ അവിടുത്തെ നാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ രാജ്യത്തെയും എൻ്റെ ദേശത്തെയും ഈ ലോകം മുഴുവനെയും കർത്താവെ അനുഗ്രഹിക്കണമേ, കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഈ അനുഗ്രഹത്തിൻ്റെ മണിക്കൂറിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു പറഞ്ഞ ആ ക്രിസ്തുവിൻ്റെ നാമത്തെ, അവിടെ സാന്നിധ്യത്തെ ഈ ബലിവേദിയിൽ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് അർപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമത്താൽ അവിടുത്തെ വിജയത്തിൻ്റെ വലതുകരം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്വീകരിച്ചാലും നാഥ സ്വീകരിച്ചാലും ഈ എളിയവർ തൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും സ്വന്തമായിട്ടൊന്നുമില്ല കൈമുതൽ നാഥ നിന്ദാനമാണീ ജീവിതം എന്നേറ്റു ചൊല്ലുന്നു. സ്വീകരിച്ചാലും നാഥ സ്വീകരിച്ചാലും ഈ എളിയവർ തൻ കാഴ്ചകൾ നീ ബലിയണച്ചാലും സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പാപപരിഹാരം ചെയ്തുകൊണ്ട് അങ്ങേ കൃപയ്ക്ക് ഞങ്ങൾ അർഹരാക്കുകയും നിത്യമായ വാഗ്ദാനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഉപവാസത്തിൻ്റെ ദാനങ്ങൾ അങ്ങേക്ക് സ്വീകാര്യമായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ,
സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനം വഴി സർവ്വലോകവും പ്രകീർത്തിക്കേണ്ട അങ്ങേ പ്രഭാവത്തിന്റെ പൊരുൾ ഗ്രഹിച്ചു. അതുപോലെ തന്നെ കുരിശിന്റെ അവാച്യമായ ശക്തിയാൽ ക്രൂശിതന്റെ ആധിപത്യവും ലോകത്തിന്റെ വിധിയും വെളിപ്പെടുത്തി. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഞങ്ങൾ ആലപിക്കുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു, സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു, സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു. ഓശാന, ഓശാന, അത്യുന്നതങ്ങളിൽ ഓശാന, ഓശാന, ഓശാന. ദാവീദിൻ സൂനുവിൻ ഓശാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉരുടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി തിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ
പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ 20 അധ്യക്ഷന്മാരോടും മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മണ്ണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടി, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങേ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ
അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ദിവ്യ സ്നേഹമേ, തിരുഭോജ്യമായി നിറയണമേ. ദിവ്യകാരുണ്യമേ, തിരുജീവനായി പകരേണമേ. നീ വരുമ്പോൾ എൻ മാനസത്തിൽ സ്നേഹപൂർവം ഞാനിന്നൊരുക്കാം. ഹൃദയം നിറയെ പൂമണ്ഡപം തെളിയും പ്രഭതൻ പൊൻദീപകം. ദിവ്യ സ്നേഹമേ, തിരുഭോജ്യമായി പകരേണമേ. ദിവ്യകാരുണ്യമേ, തിരുജീവനായി നിറയണമേ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിത്യജീവനായി എന്നിൽ വാഴണേ. ദീപമേ, സത്യദീപമേ, ദിവ്യശോഭയായി എന്നിൽ തെളിയണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരമപരിശുദ്ധ ശരീരരക്തങ്ങളുടെ പോഷണം വഴി അങ്ങ് ഞങ്ങളെ പോറ്റുന്നത് പോലെ ദൈവിക പ്രകൃതിയുടെ പങ്കാളികളുമാക്കി തീർക്കുവാൻ മഹിമപ്രതാപവനായ അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.